ഡിയർ ഓൾ, ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസണായ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പാഠഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ഒരു സ്പീച്ചാണ്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിത എന്ന ബഹുമതിക്ക് അർഹയായ സ്വീഡൻ സ്വദേശിയായ സെൽമ ലാഗർലോഫിൻ്റെ ഒരു പ്രസംഗമാണിത്. 1909 ഡിസംബർ 10 നോബൽ സമ്മാനം റിസീവ് ചെയ്തതിന് ശേഷം നടന്ന നോബൽ ബാങ്ക്വറ്റിൽ അവർ നടത്തിയ പ്രസംഗമാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ കടം എന്ന തലക്കെട്ടോടുകൂടി നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആൽഫ്രഡ് നോബലിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയ ഡിസംബർ 10 സ്വീഡൻ്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ പീസ് പ്രൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്റ്റോക്ക്ഹോമിലാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. പീസ് പ്രൈസ് മാത്രം നോർവേയിൽ വെച്ച് നടക്കും. അപ്പോൾ ആ ദിവസം എല്ലാ ജേതാക്കളും ചേർന്ന് നടക്കുന്ന ഒരു വിരുന്ന് സൽക്കാരമാണ് നോബൽ ബാങ്ക്വറ്റ്. അതിൽ അവർ നടത്തിയ പ്രസംഗമാണിത്. വളരെ ചെറുപ്പം മുതലേ ഫെയറി ടെയിൽസിലും മറ്റ് നാട്ടുകഥകളിലും ഒക്കെ ആകൃഷ്ടയായ ആളാണ് സെൽമ ലാഗർലോഫ്. അവരുടെ എഴുത്തുകളിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവരെ അതിലേക്ക് നയിച്ച ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ഫെയറി ടെയിൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അച്ഛൻ, അവരുടെ അമ്മ, അവർ വായിച്ച പുസ്തകങ്ങളുടെ ഓതേഴ്സ്, അതിലെ കഥാപാത്രങ്ങൾ, ഒരുപാട് നാട്ടുകഥകൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ആളുകൾ, അവരുടെ സെൽമ ലാഗർലോഫിൻ്റെ വായനക്കാർ, അല്ലെ, അവരുടെ എഴുത്തുകളുടെ വായനക്കാർ, അതുപോലെ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ജനങ്ങൾ, അതുപോലെ സ്വീഡിഷ് അക്കാഡമി, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്ന രീതിയിലാണ് ഈ പ്രസംഗമുള്ളത്. മാത്രമല്ല, ഇത് ഒരു ഫെയറി ടെയിൽ പോലെ തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുമുള്ളത്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് പാഠഭാഗം വായിച്ച് മുന്നോട്ട് പോകാം. A few days ago, I was sitting in the train bound for Stockholm. A few days ago, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിലിരിക്കുകയായിരുന്നു. ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം. എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. ഇവിടെ ബൗണ്ട് ഫോർ എന്നാണല്ലേ, അതായത് എന്തോ ഒരു ചുമതല ഏറ്റെടുത്ത് പോകുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് എന്തോ ഒരു ബാധ്യസ്ഥതപ്പെട്ടു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. എന്താണ് ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക്ഹോമിലാണ് നോബൽ പ്രൈസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലേ. സ്വീഡൻ്റെ ക്യാപിറ്റലാണ് സ്റ്റോക്ക്ഹോം. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ്, ഒരു പ്രത്യേക ചുമതല ഏറ്റെടുത്ത് പോവുകയാണ്, വെറുതെ പോകുന്നതല്ല. അതുകൊണ്ടാണ് അവിടെ ബൗണ്ട് ഫോർ. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. ഏർലി ഈവനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണി, ആ ഒരു ടൈമിനെയാണ് ഏർലി ഈവനിങ് എന്ന് പറയുക. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. ലിറ്റിൽ ലൈറ്റ് എന്നാണ് പറഞ്ഞത്. ഈ വെളിച്ചമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര കൂരിരുട്ടെന്നോ അന്ധകാരം എന്നൊന്നും അർത്ഥമില്ല. ആവശ്യത്തിനുള്ള വെളിച്ചം ഉണ്ടായിരുന്നില്ല. പുറത്തുമില്ല, കമ്പാർട്ട്മെന്റിലും ഇല്ല. എന്താ പറയണത്? ഏർലി ഈവനിങ് എന്ന് പറയുകയും ചെയ്തു. അപ്പം നമ്മളുടെ ഒരു അന്തരീക്ഷമല്ല, നമ്മുടെ പോലെ അല്ല. സ്വീഡനിലെ അന്നത്തെ ഒരു കാലാവസ്ഥ ഡിസംബർ മാസത്തിലായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഡിസംബർ 10 നോബൽ സമ്മാനം റിസീവ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ആ ഒരു ഡേറ്റ്. അപ്പോഴാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെ സ്വീഡൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറയണത് -ഡിഗ്രിയിലാണ്, അല്ലേ. -3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്ന ടൈമാണെന്ന് പറയപ്പെടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സൺസെറ്റ് പോലെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത് കേട്ടോ. ഏർലി ഈവനിങ്ങിൽ ഇരുള് മൂടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. My fellow passengers were dozing and I was very quiet listening to the rattling of the train. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ, ഫെല്ലോ പാസഞ്ചേഴ്സ് എല്ലാവരും ഡോസിങ്, ഒരു മയക്കത്തിലാണ്. ഞാനോ ഐ വാസ് വെരി ക്വയറ്റ്, വളരെ ശാന്തമായിട്ട്, ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ട്രെയിനിൻ്റെ റാറ്റ്ലിംഗ്, കടകട ശബ്ദം, അല്ലേ, അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ ദ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോമിലേക്ക് പിന്നെ പണ്ടൊക്കെ പോയിരുന്ന സമയങ്ങളെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ചു. എന്തിനൊക്കെയാണ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് ഇതിനു മുൻപ് പോയിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചു. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്. എപ്പോഴും എന്തിനാണ് പോയിട്ടുള്ളത്? എന്തോ വളരെ ഡിഫിക്കൽട്ടായ ചില കാര്യങ്ങൾ ചെയ്യാനാണ്. സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്, പരീക്ഷകളൊക്കെ എഴുതാനും
ഒക്കെ ആയിട്ടാണ് ഞാൻ യൂഷ്വലി സ്റ്റോക്ക്ഹോമിലേക്ക് പോകാറുള്ളത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. ഇപ്പോൾ പോകുന്നത് എന്തിനാണ്? നോബൽ പ്രൈസ് റിസീവ് ചെയ്യാനാണല്ലേ, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം റിസീവ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് പറയാണ് ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. അതും ഭയങ്കര ബുദ്ധിമുട്ടായ ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർക്കത് റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ. ഡീപ് വിത്തിൻ മീ ഹവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. ഡീപ്പ് വിത്തിൻ മീ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വളരെ വണ്ടറസ് ജോയ് എന്ന് പറഞ്ഞാലോ വിസ്മയകരമായ ഒരു സന്തോഷമാണ്. ഈ നോബൽ പ്രൈസ് വാങ്ങുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ വളരെ വലിയ സന്തോഷം തോന്നി. ഐ ട്രൈഡ് ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി ബൈ തിങ്കിങ് ഓഫ് ദോസ് ഹൂ വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ. അതായത് ഇവർക്കുണ്ടായ ഈ ഒരു ഭാഗ്യം, ആ സൗഭാഗ്യത്തെ ഓർത്ത് ആനന്ദിക്കുന്നവരെ പറ്റി ഞാൻ ഓർത്തു. There were my good friends, my brothers and sisters, and first and foremost, my old mother who sitting back home was happy to have lived to see this day. അതിൽ ആരൊക്കെയുണ്ട്? ആ ഓർത്ത ആളുകൾ ആരൊക്കെയാണ്? എൻ്റെ നല്ല കൂട്ടുകാര്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാവരിലും ഉപരി ഏറ്റവും പ്രധാനിയായിട്ട് ഓർത്തത് അമ്മയെയാണ്, വയസ്സായ അവരുടെ അമ്മ. ഈ ദിവസം കാണാനായി, അതായത് മകൾ നോബൽ സമ്മാനം വാങ്ങുന്നത് കാണാനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് സന്തോഷിക്കുന്ന ആ അമ്മയെ പറ്റി ഓർത്തു. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ഓർത്തു. അപ്പോൾ മനസ്സിൽ വളരെ വലിയ ഒരു ദുഃഖം തോന്നി. കാരണം എന്താണ്? അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല, അച്ഛൻ മരിച്ചുപോയതാണ് അല്ലേ. I could not go and tell him that I had been awarded the Nobel Prize. എനിക്ക് പോയി അച്ഛനോട് എനിക്ക് നോബൽ സമ്മാനം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. I knew that no one would have been happier than he to hear this. വേറെ ആരും, അച്ഛനല്ലാതെ വേറെ ആർക്കും ഇത്രയും സന്തോഷം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതായത് അവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും എന്ന് അവർക്കറിയാം. Yes, it was deep sorrow to me that I could not tell him. എനിക്കിത് അച്ഛനോട് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വളരെ വലിയ ആഴത്തിലുള്ള ഒരു ദുഃഖമാണ് തോന്നുന്നത്. All rustle and bustle ceased and the sound of the wheels became a soothing, peaceful melody. Rustle and bustle, അതായത് ഒച്ചപ്പാടും ബഹളമൊക്കെ അവസാനിച്ചു. സീസ്ഡ്, സ്റ്റോപ്ഡ് എന്നാണ് അർത്ഥം. And the sound of the wheels became a soothing, peaceful melody. ആ ട്രെയിനിൻ്റെ ചക്രങ്ങളുടെ ശബ്ദം വളരെ സാന്ത്വനമായ, വളരെ പീസ്ഫുള്ളായ, ഒരു മെലോഡിയസ് ആയ ഒരു മധുരഗാനം പോലെയാണ് തോന്നിയത്. The coaches no longer seemed to run on rails and sleepers, but to glide into space. ആ കോച്ചസ് റെയിലിലൂടെ ഓടുന്ന പോലെയല്ല തോന്നിയത്, ശൂന്യാകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കും പോലെ തോന്നി. സ്ലീപ്പേഴ്സ്, റെയിൽസ് അറിയാമല്ലേ നിങ്ങൾക്ക്? റെയിൽ ചക്രം ഉരുളുന്ന ഭാഗത്തെയാണ് ആ റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഉള്ളിൽ ആ രണ്ട് റെയിൽ അതിൻ്റെ നടുക്കിട്ടിട്ടുണ്ടാവില്ലേ, ക്രോസ് ചെയ്ത്, അതിനെയാണ് സ്ലീപ്പേഴ്സ് എന്ന് പറയുക. I sat there and thought how much I should like to see my old father again. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് അച്ഛനെ, എൻ്റെ വയസ്സായ അച്ഛനെ ഒരിക്കൽ കൂടി കാണണമെന്ന്, എത്ര ഇഷ്ടമാണ്. So light and soundless was the movement of the train that I could hardly imagine I was on this earth. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് വളരെ ലൈറ്റായി, വളരെ സൗണ്ട്ലെസ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഞാൻ ഈ ഭൂമിയിൽ തന്നെയാണോ എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഭൂമിയിലല്ലാത്ത പോലെയാണ് തോന്നിയത്. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. ഞാനിങ്ങനെ ഒരു പകൽ സ്വപ്നം, ഒരു ദിവാസ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. ഐ തിങ്ക് ഇഫ് ഐ were going to meet father in paradise. പർദീസയിൽ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോകുന്നതായിട്ടാണ് ആ സ്വപ്നം. പാരഡൈസ്. ഓക്കെ, ഐ were going എന്നാണ് പറഞ്ഞത് അല്ലേ. ഐ were ഒരു ഇംപ്രോബബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത് അല്ലേ. I seem to have heard of such things happening to other people. Why then not to myself?
ഞാൻ ഈ കാര്യം ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റുള്ള ആളുകളുടെ കേസിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എനിക്കറിയാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് അത് ആവുന്നില്ല എന്ന്. ഫെയറി ടെയിൽസ് ഒക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ചിന്ത പോകുന്നത്. The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. അതായത് ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ, അതിങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പക്ഷെ എന്താണ്, ഒത്തിരി ദൂരം ഇനിയും പോകാനുണ്ട്, യാത്ര ഇനിയും തുടരാനുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വേഗത്തിൽ, അതായത് ഈ ട്രെയിനിനേക്കാൾ വേഗത്തിലാണ് എൻ്റെ ചിന്തകൾ അതിൻ്റെ മുമ്പിലാണെന്ന്, അതായത് വളരെ വേഗത്തിൽ അവരുടെ ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് പോയി. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അച്ഛൻ ഒരു റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ ആടുന്ന കസേരയില്ലേ, അതാണ് റോക്കിംഗ് ചെയർ, വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അവിടെ ചുറ്റിനുമോ നല്ല സൺഷൈൻ, അതുപോലെ ഫ്ലവേഴ്സ്, ബേർഡ്സ് എല്ലാം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇതെല്ലാം കാണുന്നുണ്ടാവും. He will be reading, of course, but when he sees me, he will put down his books, push his spectacles high upon his forehead, and get up and walk towards me. അവിടെ ഇരുന്ന് അച്ഛൻ എന്ത് ചെയ്യായിരിക്കും, ആ വരാന്തയിൽ അച്ഛൻ ഇരുന്ന് വായിക്കുകയായിരിക്കും, തീർച്ചയായിട്ടും വായിക്കുകയായിരിക്കും. എന്നെ കാണുമ്പോഴോ അദ്ദേഹം എന്ത് ചെയ്യും, ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക് അവിടെ വെക്കും. സ്പെക്ടക്കിൾസ്, കണ്ണടയാണ്, കണ്ണട നെറ്റിയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് എൻ്റെ അടുത്തേക്ക് നടന്നു വരും. He will say, "Good day, my daughter. I am very glad to see you." Or, "Why are you here and how are you, my child?" Just as he always used to do. എന്തൊക്കെ ചോദിക്കും, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഗ്രീറ്റ് ചെയ്യും അല്ലേ, ഗുഡ് ഡേ മൈ ഡോട്ടർ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് പറയും, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു, കണ്ടതിൽ നിന്നെ കാണുന്നതിൽ വളരെ സന്തോഷം എന്ന് പറയും. അല്ലെങ്കിലോ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കും, നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുമല്ലേ. ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ്ഡ് ടു ഡു, അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് പോലെ ഇങ്ങനെയെല്ലാം എന്നോട് ചോദിക്കും. ഇതാണ് നിങ്ങളോട് ഞാൻ ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, ഒരു ഫെയറി ടെയിൽ പോലെയാണ് ഇത് നമ്മളോട് അവതരിപ്പിക്കുന്നത്. ഈ പ്രസംഗത്തിൽ അതിൻ്റെ ഒരു ടച്ചാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മരിച്ചുപോയ അച്ഛനെ പർദീസയിൽ വെച്ച് കാണുന്നു, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ, സംസാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളോട് അവർ അവതരിപ്പിക്കുന്നത്. ഓക്കെ. He will settle again in his rocking chair and only then begin to wonder why I have come to see him. പിന്നെ ഇതെല്ലാം ചോദിച്ചിട്ട് കസേരയിൽ തന്നെ പോയി തിരിച്ച് ആ റോക്കിംഗ് ചെയറിൽ പോയി ഇരുന്നിട്ട് വളരെ അതിശയത്തോടെ എന്നോട് ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് എന്നെ കാണാൻ നീ വന്നത് എന്ന് ചിലപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് അമിസ്, നിനക്ക് ഉറപ്പല്ലേ അവിടെ അനുചിതമായി ഒന്നുമില്ല എന്ന്. അമിസ് അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും എന്നാണ് ആ പറയുന്നത്. ഹി വിൽ ആസ്ക് സഡൻലി, നോ ഫാദർ, ഓൾ ഈസ് വെൽ, ഐ വിൽ റിപ്ലൈ. അച്ഛൻ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും, ഇല്ല അച്ഛാ, എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് ഞാൻ പറയും, ഓൾ ഈസ് വെൽ, ഐ വിൽ റിപ്ലൈ. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം, ഐ വിൽ ഡിസൈഡ് ടു കീപ് ഇറ്റ് ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. അപ്പോൾ എന്താണ്, ഞാൻ ഇത് പറയാൻ തുടങ്ങും അല്ലേ, ആ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇവർ പറയാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ, അച്ഛനോട് നോബൽ സമ്മാനം കിട്ടിയെന്ന് പറയാനാണ്. പക്ഷെ അത് നേരിട്ട് പറയുന്നതിന് പകരം ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുക. ഞാൻ കുറച്ച് നേരത്തേക്ക് അത് പറയില്ല, അതിന് പകരം മറ്റൊന്ന് പറയും. എന്താണ് പറയുക, ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. അച്ഛാ, ഞാൻ ഒരു അഡ്വൈസ് ചോദിക്കാനാണ് ഇപ്പോൾ വന്നത് എന്നാണ് പറയുക. അങ്ങനെ പറയും, ഐ വിൽ സേ, ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെറ്റ്. എന്താ പറയുക, ഞാൻ വളരെ വലിയ ഒരു കടത്തിലാണ്, എനിക്ക് കടമുണ്ട് എന്നായിരിക്കും ഞാൻ പറയുക. അപ്പൊ അച്ഛൻ്റെ റിപ്ലൈ എന്തായിരിക്കും, ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. അച്ഛൻ്റെ റിപ്ലൈ എങ്ങനെയായിരിക്കും, എന്താണ്, എനിക്ക് ഇക്കാര്യത്തിൽ നിനക്ക് കൂടുതലായി സഹായം ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. എല്ലാവർക്കും അറിയാം, എന്തറിയാം, ഇവിടെ ഈ സ്ഥലത്ത് പർദീസയിലാണ് ചെന്നിട്ടുള്ളത് അല്ലേ, കാണാൻ പാരഡൈസിൽ ചെല്ലുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ ബാക്കി എല്ലാം ഉണ്ട്, എന്തൊഴിച്ച്
പണം ഒഴിച്ച് ബാക്കി ഇവിടെ എല്ലാം ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കടമുണ്ട് എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ട് കടം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ്? പൈസയുടെ കടം എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഇവിടെ സാധ്യമാവില്ല എന്നറിയാം എന്ന് പറയും. ഇറ്റ് ഇസ് നോട്ട് മണി ദാറ്റ് ഐ ഓ. ഞാൻ എന്തല്ല, ഞാൻ പൈസയല്ല കടം വാങ്ങിയിട്ടുള്ളത്. ഡു യു റിമെമ്പർ ഹൗ യു യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് ബെൽമാൻ സോങ് ടു അസ് ചിൽഡ്രൻ? ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടെഗ്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ? എന്താണ് ബെൽമാൻ സോങ് എന്ന് പറയണത്? ഡു യു റിമെമ്പർ? അച്ഛൻ ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഞങ്ങൾക്ക് എന്താണ് പതിവായിട്ട് പിയാനോ വായിച്ചു തരുന്നതും ബെൽമാൻ സോങ് പാടിത്തരുന്നതും. ബെൽമാൻ, കാൾ മിഖായൽ ബെൽമാനാണ് പറയുന്നത്. സ്റ്റോക്ക്ഹോംസിൽ ജീവിച്ചിരുന്ന ഒരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിത്തരുന്നതും പിയാനോ വായിച്ചു തരുന്നതും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? പിന്നെ എന്ത് ചോദിച്ചു? യു വുഡ് ലെറ്റ് us റീഡ് ടെഗ്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. ഇവരൊക്കെ ആരാണ്? എഴുത്തുകാരാണ്. ടെഗ്നർ സ്വീഡൻ റൈറ്ററാണ്, സ്വീഡിഷാണ് അദ്ദേഹം. അതുപോലെ തന്നെ റൺബർഗ്, അദ്ദേഹം ഒരു ഇതിഹാസ കവിയാണ്. പിന്നെ ആൻഡേഴ്സൺ, ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ, ഒരു ഡാനിഷ് ഓതറാണ്. ഇവരുടെയൊക്കെ ബുക്കുകളാണ് വായിക്കാൻ കൊടുത്തിരുന്നത്. അച്ഛനാണ് എന്ത് ചെയ്തത്? ആ ഫെയറി ടെയിൽസ് സെൽമ ലാഗർലോഫിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെപ്പിക്കുന്നത് അച്ഛനാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും അച്ഛനോട്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെറ്റ്. അപ്പോഴാണ് ഞാൻ ആദ്യമായി കടത്തിൽ ആയത്. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്? ഞാൻ എങ്ങനെയാണ് അച്ഛാ ആ കടം തീർക്കുന്നത്? എങ്ങനെയാണ് ഞാൻ? എന്തിനാണ് ആ കടം? എന്നെ പഠിപ്പിച്ചതിന്. ഫെയറി ടെയിൽസ്, അതുപോലെ തന്നെ സാഗാസ് ഓഫ് ഹീറോസ്, വീരകഥകൾ അല്ലേ, ഇതൊക്കെ ഇഷ്ടപ്പെടാൻ എന്നെ പഠിപ്പിച്ചതിന് ഞാൻ എങ്ങനെയാണ് ആ കടം വീട്ടേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ അവരുടെ നന്ദി അച്ഛനോടാണ് അല്ലേ. Father will straighten up in his rocking chair and a look of wonder will come into his eyes. ആ ചാരുകസേരയിൽ അച്ഛൻ ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് എണീറ്റിങ്ങനെ നിവർന്നിങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എന്താണ്? വളരെ വലിയ ഒരു അതിശയത്തോടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വളരെ വലിയൊരു അതിശയം വരും. എന്നിട്ട് ഇങ്ങനെ പറയും, എങ്ങനെ? ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെറ്റ്, ഹി വിൽ സേ. ഇങ്ങനെയുള്ളൊരു കടത്തിൽ നീ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. യെസ്, you may be right, father, but then remember that is not all of it. അച്ഛൻ പറഞ്ഞത് ശരിയാണ് അല്ലേ? ശരിയാണ് അച്ഛാ. പക്ഷെ എന്താണ്? റിമെമ്പർ, ഒരു കാര്യം കൂടെ ഉണ്ട് ഓർക്കാനായിട്ട്. ഇതിവിടെ തീരുന്നില്ല, ഇനിയും ഉണ്ട് ഓർക്കാൻ. എന്താണ്? തിങ്ക് ഓഫ് ദോസ് പൂവർ ഹോംലെസ് വാഗബോൺസ് ഹു യൂസ്ഡ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. ആരെപ്പറ്റി ഓർക്കണം? പൂവർ ഹോംലെസ് ആയ വാഗബോൺസ്, നാടോടികളെ പറ്റി. അവർ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ച് നടക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള വാഗബോൺസ്. അവരെന്തു ചെയ്യും? അവർ പ്ലേയിങ് ഫൂൾസ് ആൻഡ് സിംഗിങ് ഓൾ സോങ്സ്. പ്രാക്ടിക്കൽ ജോക്സ് ആണ് ഈ എന്താ പറയുക, ഒരു പ്രാക്ടിക്കൽ ജോക്സിന്റെ സ്വഭാവമുള്ള തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലേ, ചിരിപ്പിച്ച് കളിപ്പിച്ച് നടക്കുന്ന അവർ പാടിത്തന്ന പാട്ടുകളോ. അപ്പോ what do I not owe to them, to their mischief and mad pranks? അല്ലേ, ഞാൻ ഇനി അവരോട് അതിനെല്ലാം അവർ കാണിച്ചു തന്ന ആ വികൃതികൾ അല്ലെങ്കിൽ അവരുടെ കോപ്രായങ്ങൾ അല്ലേ, മാഡ് പ്രാങ്ക്സ്, ഇതിനോടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കടപ്പെട്ടിട്ടുണ്ട് അവരോട്. അതിനും വാഗബോൺസിനോടും എനിക്ക് കടപ്പാടുണ്ട്. And the old men and women sitting in their small grey cottage telling me wonderful stories of water sprites and trolls and enchanted maidens. വാട്ടർ സ്പ്രൈറ്റ്സും ട്രോൾസും ഒക്കെ ഒരു ഫെയറി ലൈക്ക് ക്രീച്ചേഴ്സ് ആണ്. യൂറോപ്യൻ മിത്തോളജിയിലെ ഒരു ഫെയറി ലൈക്ക് ക്രീച്ചേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ അവരൊക്കെ പരിചയപ്പെടുത്തി തന്ന അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള വണ്ടർഫുൾ സ്റ്റോറീസ് എനിക്ക് പറഞ്ഞു തന്ന വയസ്സായ മനുഷ്യരല്ലേ, മെൻ ആൻഡ് വിമൻ. അതുപോലെ എൻചാന്റഡ് മെയ്ഡൻസ്, കളക്ഷൻ ഓഫ് ഫെയറി ടെയിൽ ആണ് അല്ലേ. അപ്പോ അതൊക്കെ മാന്ത്രിക ശക്തിയുള്ള കന്യക, അതൊരു കഥയാണ് അല്ലേ. അപ്പോൾ
അതെല്ലാം എന്നെ പരിചയപ്പെടുത്തി തന്ന അവരോടും എനിക്ക് നന്ദിയുണ്ട്. അവരെന്തു ചെയ്തു? ഇറ്റ് വാസ് ദേ ഹു ടോട്ട് മീ ദാറ്റ് ദർ ഇസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഹാർഡ് റോക്സിലും പാറകളിലും വനങ്ങളിലും ഒക്കെ കവിതകളുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. അവരാണ് അതെന്നെ പഠിപ്പിച്ചത്. അപ്പൊ അവരോടും എനിക്ക് കടപ്പാടുണ്ട്. ആൻഡ് ഐ ആം ഇൻ ഡെറ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. മനുഷ്യരോട് മാത്രമല്ല, ഈ പ്രകൃതിയോട് മൊത്തം എനിക്ക് കടപ്പാടുണ്ട്. The animals that walk the earth, the bird in the skies, the trees and flowers, they have all told me some of their secrets. അല്ലേ? ഭൂമിയിലുള്ള മൃഗങ്ങൾ, ആകാശത്തിലെ കിളികൾ, അതുപോലെ മരങ്ങൾ, പൂക്കൾ, എല്ലാവരും അവരൊക്കെ എനിക്ക് എന്ത് പറഞ്ഞു തന്നു? അവരുടെ സീക്രറ്റ് എന്നോട് പറഞ്ഞു തന്നതിന് അവരോടും എനിക്ക് കടമുണ്ട്. Father will be as carefree and relaxed as he used to be. അച്ഛൻ അപ്പോഴെങ്ങനെയായിരിക്കും? എല്ലായ്പ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെ വളരെ കൂളായി, വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നെവർ ഫിയർ ചൈൽഡ്, ദർ ഇസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. നീ പേടിക്കണ്ട, എന്താണ്, എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്, അല്ലേ? അതിന് ഒരു പരിഹാരമുണ്ടെന്ന് അച്ഛൻ പറയും. I don't think, Father, that you really understand how hard it is for me. ഇതെനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത്, ബുദ്ധിമുട്ടുള്ളതാണ് ഈ കടങ്ങളൊക്കെ എന്നുള്ളത് ശരിക്കും അച്ഛന് മനസ്സിലായോ എന്നെനിക്ക് തോന്നുന്നില്ല. I am also in debt to my readers. ഞാൻ എൻ്റെ വായനക്കാരോടും കടമുണ്ട്, എനിക്ക് അവരോടുമുണ്ട് കടം. What would have become of me if no one had wanted to read my books? എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ആരും തന്നെ എൻ്റെ ബുക്കുകളൊന്നും വായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുക? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. ഇനി എന്നെ പറ്റി എഴുതിയവര്, അവരെ പറ്റി നമ്മൾ മറക്കരുത്. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. മറ്റു രാജ്യങ്ങളിലും മറ്റു നാടുകളിലൊക്കെ എനിക്ക് വേണ്ടി ജോലി ചെയ്തവർ. ഐ ഓവ് ദം ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ അവർക്ക് എന്തുണ്ട്? കൃതജ്ഞതയുടെ കടം എനിക്ക് അവരോടുമുണ്ട്. ഫാദർ, ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻസർ. എന്തിനാണ്? അവരുടെ രണ്ടിനും, അവരെ എനിക്ക് തന്ന പ്രൈസ്, പ്രശംസയ്ക്കുമുണ്ട്, അതുപോലെ തന്നെ സെൻസർ, ഒരു എതിരഭിപ്രായത്തിനുമുണ്ട്, അല്ലേ? എഴുത്തുകാരാകുമ്പോൾ എങ്ങനെയാണ്? അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ ഉണ്ടാവും. അതുപോലെ അവരോടും എനിക്ക് കടമുണ്ട്. യെസ്, ഫാദർ വിൽ സേ, and I shall see him look a little less calm. അതെ, അച്ഛൻ അങ്ങനെ പറയും, അല്ലേ? ആ സമയത്ത് അച്ഛൻ കുറച്ച് ശാന്തത കുറഞ്ഞതുപോലെ എനിക്ക് അന്നേരം തോന്നും. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ, ഫാദർ. അല്ലേ? എന്നെ സഹായിച്ച ആളുകളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ എന്ന് അച്ഛനോട് ഞാൻ പറയും. ഐ ഷാൽ സേ, ഞാൻ അങ്ങനെ പറയും. തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡേ ഹു ട്രൈഡ് ടു ഓപ്പൺ ഡോർ ഫോർ മീ വെൻ നോ വൺ ഡെയർഡ് ടു ബിലീവ് ഇൻ മീ. എൻ്റെ ഫ്രണ്ടായ എസൽഡേ, ആരും ഇല്ലാത്ത, അതായത് ആരും എന്നിൽ ഒരു വിശ്വാസം ഇല്ലാത്ത സമയത്ത് എന്നെ വിശ്വസിച്ച, എനിക്കൊരു വാതിൽ തുറന്നു തന്ന എൻ്റെ ഫ്രണ്ട്, അവർ ആയിരിക്കാം ചിലപ്പോൾ ഇവരുടെ ആദ്യകാല റൈറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പം അതിന് ആ ഒരു റെഫറൻസ് ആണ് കാണുന്നത്, അല്ലേ? ഫ്രണ്ടിൻ്റെ ഒരു റെഫറൻസ്. ഓൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഓണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻസ്, അല്ലേ? എനിക്ക് കിട്ടിയ സ്നേഹം, എന്നിലേക്ക് വന്ന സ്നേഹം, അതുപോലെ സമ്മാനങ്ങൾ, അതുപോലെ ബഹുമതികൾ, ഇതിനോടൊക്കെ നന്ദിയുണ്ട്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ദാറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെറ്റ് ക്യാൻ ബി പെയ്ഡ്? ഇപ്പോ ഡു യു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ അച്ഛന് ഞാൻ എന്താണ് ഇവിടെ വന്നത്, അല്ലേ? ഇവിടെ വന്നത് എന്തിനാണ്? അദ്ദേഹത്തോട് ചോദിക്കാനാണ്, ഞാൻ ഈ ഡെറ്റ്സ് എങ്ങനെ വീട്ടും, ഈ കടം ഞാൻ എങ്ങനെയാണ് തിരിച്ച് വീട്ടുന്നത് എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് അച്ഛൻ ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ എന്നാണ് ചോദിച്ചത്, അല്ലേ? ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. നേരത്തെ പറഞ്ഞു, അല്ലേ? ഒരു ശാന്തതയില്ലാത്ത പോലെയാണ് അച്ഛൻ്റെ മുഖം, അച്ഛനെ അന്നേരം കണ്ടത് എന്ന്. ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം തല താഴ്ത്തിയിരിക്കുകയാണ്. എന്താണ്? ഇനി ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാത്ത പോലെയായിരുന്നു, അല്ലേ? ഐ എഗ്രി ഡോട്ടർ, it is not going to be easy to find help for you.
ബട്ട് ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓവ് എനി വൺ. മനസ്സിലായില്ല? അച്ഛൻ മോളോട് എഗ്രി ചെയ്തു. എന്നിട്ട് പറയാണ്, ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു. നിനക്കൊരു സഹായം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എന്നിട്ട് ദർ ഇസ് നത്തിങ് മോർ യു ഓവ് എനി വൺ. ഇനി നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇനി കടമുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓൺഡ് ബിഫോർ, ബട്ട് മൈ ബിഗസ്റ്റ് ഡെറ്റ് ഹാസ് നോട്ട് യെറ്റ് കം. നേരത്തെ ഉള്ളത് തന്നെ എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ്. നേരത്തെ ഉള്ള കടം തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ്. പക്ഷേ ബിഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കടത്തെ പറ്റി പറയാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് കം ടു യു ഫോർ അഡ്വൈസ്. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വന്നത്, ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട്, ഒരു ഉപദേശം ചോദിക്കാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് അതുകൊണ്ടാണ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓഫ് സ്റ്റിൽ മോർ, ഫാദർ വിൽ സേ. അച്ഛൻ എന്തു പറയും? എനിക്ക് മനസ്സിലാകുന്നില്ല, ഇനിയും നിനക്ക് കടങ്ങൾ ഉണ്ടോ എന്ന്. ഓ യെസ്, ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. ഉണ്ട് എന്ന് ഞാൻ ഉത്തരം പറയും. റിപ്ലൈ ആയിട്ട് അങ്ങനെ ഓ യെസ് എന്ന് ഞാൻ പറയും. എന്നിട്ടോ ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. എന്നിട്ട് ഞാൻ അച്ഛനോട് ഇതിനെപ്പറ്റി പറയും. ഏതിനെ പറ്റി? നോബൽ പ്രൈസിനെ പറ്റി പറയും. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി. ആ സെന്റൻസ് അവിടെ പൂർത്തിയായില്ല അല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അക്കാദമി, സ്വീഡിഷ് അക്കാദമി അല്ലേ? അതൊരു അതിശയഭാവമായിരിക്കും ചിലപ്പോൾ. എന്താണ്, നിനക്ക് നോബൽ പ്രൈസ് സമ്മാനിക്കാൻ പോകുന്നോ എന്നുള്ളൊരു അതിശയത്തോടെ ആയിരിക്കാം. അങ്ങനെ അച്ഛൻ പറയും. എന്നിട്ടോ ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, എൻ്റെ മുഖം കണ്ടിട്ട് അച്ഛന് മനസ്സിലാവും എന്ത്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. ആൻഡ് ദെൻ എവറി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രംബിൾ ആൻഡ് ടീയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ചുളിവുകളിൽ, ആ ചുളിവുകൾ എന്ത് ചെയ്യും? അത് ഇങ്ങനെ വിറയ്ക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. എന്ത് കണ്ണുനീരാണത്? ആനന്ദ കണ്ണുനീരാണല്ലേ? മകൾക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് അച്ഛൻ്റെ ആനന്ദ കണ്ണീരായിരിക്കും അത്. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓണർ ആൻഡ് മണി ദേ ആർ ബെസ്റ്റോവിങ് ഓൺ മീ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവര് എന്നിൽ എന്താണ്, എനിക്ക് ഒരു ഓണറും സമ്മാനമോ അല്ലെങ്കിൽ പണമോ മാത്രമല്ല എനിക്ക് അവാർഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ബെസ്റ്റോവിങ്, ഇവിടെ അവാർഡിങ് എന്നുള്ള ഇതിൽ എടുക്കാം. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ഇൻ മീ ടു സിംഗിൾ മീ ഔട്ട് ബിഫോർ ദ ഹോൾ വേൾഡ്. അവർക്ക് എന്നെ, 100,000 എഴുത്തുകാരുള്ള ഈ ലോകത്ത് എന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു വിശ്വാസം അവർ കാണിച്ചില്ലേ? ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെറ്റ്? ആ കടം ഞാൻ എങ്ങനെയാണ് വീട്ടേണ്ടത് അല്ലേ? ലോകത്തിൻ്റെ മുൻപിൽ എടുത്തു കാണിച്ചു അല്ലേ? ഈ അവാർഡ് കൊടുക്കുന്നതോടുകൂടി ലോകത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു കാണിക്കുകയാണ് ഒരു എഴുത്തുകാരിയെ. അപ്പോൾ ആ വിശ്വാസം അവരിൽ അർപ്പിച്ചതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. അച്ഛൻ അങ്ങനെ ഇരിക്കും, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാക്കുകളൊന്നും വരില്ല. എന്താണ്? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ചിന്തിക്കുന്നത് കൊണ്ട് വാക്കുകൾ വരില്ല. Then, drying tears of joy from his eyes, he will bang down his fist on the arms of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. അച്ഛൻ ആ സന്തോഷ കണ്ണീര് ഒന്ന് തുടച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ആ ഇരിക്കുന്ന കസേരയുടെ, റോക്കിംഗ് ചെയറിൻ്റെ ആ കൈവയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് ആ ആം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ബാങ് ചെയ്യും, ഇങ്ങനെ ഇടിച്ചിട്ട് അച്ഛൻ എന്തു പറയും? എനിക്ക് എൻ്റെ തല പുണ്ണാക്കാനാവില്ല. എന്തോർത്തിട്ട്? ഈ ഭൂമിയിലോ സ്വർഗത്തിലോ ഉള്ള ആർക്കും തന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇതേപോലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് തല പുണ്ണാക്കാൻ ഞാനില്ല എന്ന് പറയും. I am too happy that you have been given the Nobel Prize to worry about anything. എനിക്കെന്താണ്, ഭയങ്കര സന്തോഷമാണല്ലേ നോബൽ പ്രൈസ് കിട്ടുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പം മറ്റൊന്നിനെ കുറിച്ച് ഒന്നും വറി ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല, ചെയ്യുന്നില്ല. അതായത് അച്ഛൻ്റെ മനസ്സ് അത്രത്തോളം സന്തോഷത്തിലാണ് എന്ന് അച്ഛൻ പറയും.
അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ഫെയറി ടെയിൽ കേൾക്കുന്ന പോലെയാണ് അല്ലേ. പാരഡൈസിൽ മരിച്ചുപോയ അച്ഛനെ പാരഡൈസിൽ വെച്ച് കാണുന്നു, അച്ഛനും മകളും കൂടെ സംസാരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവർ അച്ഛനോട് പറഞ്ഞു. അത് അച്ഛൻ്റെ ഉത്തരങ്ങൾ കിട്ടി. അപ്പോൾ എന്നിട്ടിപ്പോൾ ഇവിടെ ഈ പ്രസംഗം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രസംഗം നടക്കുന്നത് നോബൽ ബാങ്ക്വറ്റിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഒരു വിരുന്ന് സൽക്കാരത്തിൽ നോബൽ പ്രൈസ് ജേതാക്കളിലൊക്കെ ഒരുമിച്ച് കൂടിയുള്ള വലിയ ഒരു വിരുന്ന് സൽക്കാരമാണ് അത്. അതിൽ നടന്ന പ്രസംഗമാണ്. അപ്പോൾ അതിങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അവിടെയുള്ളവരെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ്. എനിക്ക് ഇനി ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും കിട്ടാനില്ല. It only remains to me to ask you to join me in the toast which I have the honor to propose the Swedish Academy. ഇനി ഒരു കടമ മാത്രമാണ് ബാക്കിയുള്ളത്. അതെന്താണ്? സ്വീഡിഷ് അക്കാദമിയെ ഒരു ടോസ്റ്റിന്, ഒരു വിരുന്നിന് ക്ഷണിക്കുക എന്നതാണ്. അതിനുള്ള അവസരം കിട്ടിയത് എനിക്ക് ലഭിച്ച ഒരു സമ്മാനമായി കരുതുന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് ആ പ്രസംഗം അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ടെക്സ്റ്റിൻ്റെ ആ പർട്ടിക്കുലർ ഭാഗം, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ അവസാനിക്കുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന 2 ലാംഗ്വേജ് എലമെൻസിനെ പറ്റി കൂടി ഒന്ന് പറയട്ടെ. ഈ പാരഗ്രാഫ് നമ്പർ 5 നമ്മൾ ഇഫ് ഐ വേർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സാധാരണ ഐയുടെ കൂടെ നമ്മൾ അങ്ങനെ വേർ ഉപയോഗിക്കാറില്ല. അത് ഇംപ്രോബബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വേർ ഉപയോഗിക്കുന്നത്. അതായത് സാങ്കല്പികമായതോ അല്ലെങ്കിൽ നടക്കാൻ ഇടയില്ലാത്തതോ ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഇപ്പോൾ ഐ വാസ് ആണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇംപ്രോബബിലിറ്റിയിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ പോലും നമ്മളവിടെ വേർ ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി വർ ഡ്രങ്ക്, അല്ലെങ്കിൽ ഇഫ് ഐ വർ എ ഗോസ്റ്റ് ഐ വുഡ് കിൽ ഹിം. ഓക്കെ, ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത് പാരഗ്രാഫ് നമ്പർ 8 നിങ്ങൾ നോക്കിയാൽ കാണാം, ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ. ഐ എം അഫ്രൈഡ് എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ടില്ല, അപ്പോൾ നമ്മൾ അയ്യോ ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അയ്യോ എന്നുള്ളൊരു പ്രയോഗത്തിൽ അവിടെ ആ ഒരു നെഗറ്റിവിറ്റിയെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഈ നെഗറ്റിവിറ്റിയെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനാണ് ഐ എം അഫ്രൈഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നു, നമ്മളത് മനസ്സിലായില്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നതിന് പകരം അയ്യോ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഐ എം അഫ്രൈഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് യു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിനൊരു എന്താ പറയുക, മയം വരും. അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം ഉള്ളത് പറയാനുണ്ടായിരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്താൽ നന്നായിരിക്കും. ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട്, പുതിയ ടെക്സ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.